ഹായ് ഫ്രണ്ട്സ്, കുമ്പള കണ്ട കുമ്പള വലിയ കുമ്പളാണേ, കുറേ കിട്ടിയിട്ടുണ്ട്, നിറച്ച് കുമ്പളാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞാനെങ്ങനെ തോരൻ വയ്ക്കുന്നതെന്നൊന്ന് കാണിച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ. ഇതിൻ്റെ തണ്ടെല്ലാം നല്ല കട്ടി കൂടുതലാണ്. നമ്മുടെ ചെറിയ കുമ്പള പോലെ അല്ല ഇത്. കണ്ടോ, ഒരു പീസ് കണ്ടോ? ഇത് നല്ല കട്ടി കൂടുതലാണ്. അപ്പോൾ അത് അത്രയും മണ്ണ് കാണും. അപ്പോൾ നല്ല ക്ലീനായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിപ്പോൾ കുറേ വെള്ളം കഴുകിയിട്ട് നല്ല ഊറ്റി എടുത്ത് വെച്ചേക്കുന്നതാണ്. കാണാമോ? ചിലർക്കൊക്കെ കിട്ടാറുണ്ട്, ഈ മഴ കഴിയുന്ന സമയങ്ങളിൽ കുറേ പേർക്കും കിട്ടാറുണ്ട് ഇത്. കാണാമോ? അപ്പോൾ കട്ടി കൂടുതലാണ്. കുറേ വൃത്തിയായി കഴുകണം. ഞാൻ കുറേ വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്ന കുമ്പളം. ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക്. പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇരിക്കും. എരി വേണോ വേണ്ടേ എന്നൊക്കെ ഓരോരുത്തരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എരി നിങ്ങൾ തന്നെ ചേർത്തോളണം കേട്ടോ. പിന്നെ എന്തായാലും തോരത്തിന് അരയ്ക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ വേണമെന്നറിയാമല്ലോ. വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയ തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട്. കാണാമോ? എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സവാളയും എടുത്തിട്ട് തോരൻ വയ്ക്കാം. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ് ചേർത്തുള്ളൂ. നമ്മുടെ കുമ്പള് കുറേയൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാൻ അരച്ചെടുത്ത് കണ്ടോ. ഇച്ചിരി കരിവേപ്പിലയും കൂടെ അതിലിട്ടേക്കും. അപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തോരത്തിലുണ്ടായിരുന്ന വെള്ളം കുറേശ്ശെ മാറി തുടങ്ങി. ഇച്ചിരി വെള്ളം കിടക്കുന്നു. ഇത്തിരി കൂടെ ഒന്നായിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതങ്ങ് വെള്ളം കുറഞ്ഞു തുടങ്ങി. കുമ്പളാണെങ്കിൽ ഇതിൽ വെള്ളം ഉണ്ടാകും സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചേർത്ത് കൊടുക്കും. നേരത്തെ അരച്ചാണ് മാറ്റി വെച്ചിരുന്നു. നമ്മുടെ ആ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കും. തോരത്തിന് എപ്പോഴും ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചത്. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്നാക്കി വെച്ചിട്ട് നമുക്കിത് തോരൻ വയ്ക്കാനൊക്കെ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് വലിയ കുമ്പളായതുകൊണ്ട് ഞാനതൊന്ന് വെച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ. എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടേക്കണം. ഞാൻ കുറേ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാമോ? എന്തായെന്ന് നോക്കാം. എന്താ നന്നായിട്ട് തോർന്നിട്ടില്ലേ? അത് നോക്കൂ. നന്നായിട്ട് തോർന്ന് വന്നിട്ട് ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ് ഇടേണ്ടത്. എത്ര സിമ്പിളാണെന്ന് നോക്കൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ തോരൻ. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ ഇതുപോലെ കിട്ടുന്നത് ഒന്ന് ചെയ്ത് നോക്കണേ. നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഊണ് കിട്ടുന്നവർ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.